ഹായ് ഗൈസ്, ഇന്നൊരു നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാൻ പോണ്. ഒരു കടായി അടുപ്പത്ത് വെച്ചു. കടായി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു. ഇനി കടുക് ആഡ് ചെയ്യാണ്. ഒരു 2 സ്പൂൺ കടുക് ആഡ് ചെയ്യാണ്. കടുക് പൊട്ടി വന്ന് അയക്കുമ്പോൾ ഉലുവ ഇടുകയാണ്. ഉലുവ ഇട്ടു. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട കറിവേപ്പിലയാണ്. കറിവേപ്പില ആഡ് ചെയ്യാണ്. പച്ചമുളക് ആഡ് ചെയ്യാണ്. ഇനി വറ്റൽ മുളക് ആഡ് ചെയ്ത് ഇനി വെളുത്തുള്ളി ആഡ് ചെയ്യാണ്. വെളുത്തുള്ളി ആഡ് ചെയ്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കണുണ്ട്. ഈ വെളുത്തുള്ളിയുടെയും പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് നല്ല മുരിഞ്ഞ് വരുമ്പോൾ മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റുക. വെളുത്തുള്ളി നന്നായി വരണം. കറിവേപ്പില നല്ല അതായത് വന്നിട്ടുണ്ട്, മുരിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് കറിവേപ്പില. വറ്റൽമുളകും അതേപോലെ ഇതായി വരുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തു. കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ്. ഒരു 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഒരു സ്പൂൺ മുളക് പൊടി. മുളക് പൊടി ആഡ് ചെയ്തു. അച്ചാർ പൊടി, അപ്പം നമ്മൾ മെയിനായിട്ട് അച്ചാറിനായിട്ട് ചേർക്കേണ്ടത് അച്ചാർ പൊടിയാണ്. അങ്ങനെ അച്ചാർ പൊടി ആഡ് ചെയ്തു. അത് നന്നായി ഇളക്കുക. അപ്പം മുളകും അച്ചാർ പൊടിയും ഇതെല്ലാം നല്ല ഇതായി വരുന്നുണ്ട്. പച്ചമണമൊക്കെ ഇതായി മണമൊക്കെ മാറി. ഇനി നെല്ലിക്ക ആഡ് ചെയ്യാം കേട്ടോ. നമ്മളത് നെല്ലിക്ക വേവിച്ച് അരിഞ്ഞ് വെച്ചേക്കുന്നതായിരുന്നു, അത് ആഡ് ചെയ്തു. ഇനി നന്നായി നെല്ലിക്ക ഒന്ന് ഇളക്കാം. നല്ല ഇതാണ് കേട്ടോ. നെല്ലിക്കയൊക്കെ ഇട്ടപ്പോഴത്തേനും നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള അച്ചാറാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്.
നെല്ലിക്ക അച്ചാറൊന്നും ഞാനിങ്ങനെ ഇടാറൊന്നും ഇല്ല കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നെല്ലിക്ക അച്ചാറിലേക്കൊക്കെ. ഇനി നമുക്ക് ഇതിന് പ്രത്യേകമായിട്ട് ചേർക്കേണ്ടത് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ചേർക്കണയാണ്. ഒരു 1.5 സ്പൂൺ ഉപ്പ് ചേർത്ത് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഇനി ഇച്ചിരി ശർക്കരപ്പാനി ആഡ് ചെയ്തു. ഇനി ഇച്ചിരി കായം ആഡ് ചെയ്യാണ്. കായൊക്കെ ഇട്ടാലാണല്ലോ മെയിനായിട്ടും അച്ചാറാവുള്ളൂ. എൻ്റെ അച്ചാറിന് കായപ്പൊടി ഇച്ചിരി ചേർത്തു. കുറച്ച് വെള്ളം തിളപ്പിച്ച് ആഡ് ചെയ്തു. മുളകിൻ്റെ കുത്തലൊക്കെ വരുമ്പോൾ നല്ലൊരു ചെറിയൊരു ചുമയും ഇതൊക്കെ വരുന്ന നല്ല. ഇനി ഇച്ചിരി വിനാഗിരി ആഡ് ചെയ്യാണ്. കണ്ടില്ലേ, ഞങ്ങളുടെ അച്ചാർ സൂപ്പറാണ്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് വേണം എന്ന് തോന്നി, അങ്ങനെ ഉപ്പ് ഇട്ട്. ഇത് ഇപ്പം എല്ലാം ഇങ്ങനെ പിടിക്കില്ലല്ലോ, എല്ലാം ഇച്ചിരി അച്ചാറൊന്ന് സെറ്റായി കഴിഞ്ഞാലല്ലേ നമ്മുടെ അച്ചാർ സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഒരു വീഡിയോ കൂടി പിടിക്കാൻ മറന്നു പോയി കേട്ടോ. ഞാനത് ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചേക്കുന്നതാണ്, അതും കൂടി പിടിക്കണം. നമ്മുടെ ചിക്കൻ കറി, ഇന്നയുടെ ചിക്കൻ കറിയും
നെയ്ച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരടുപ്പിൽ നെല്ലിക്ക അച്ചാർ, ഒരടുപ്പിൽ ചിക്കൻ കറി ഇങ്ങനെ വെച്ച് നല്ല കണ്ടല്ലേ എൻ്റെ ചിക്കൻ കറി. അപ്പോൾ ചിക്കൻ കറിയും കഴിഞ്ഞു കേട്ടോ ഇതിൻ്റെ കൂട്ടത്ത്. അതിൻ്റെ വീഡിയോ പിടിക്കാനുള്ള കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ ചിക്കൻ കറീൻ്റെ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. കാരണം നെല്ലിക്ക അച്ചാറിലേക്ക് പോയി ചിക്കൻ കറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മിക്കവാറും വെക്കുന്നതാണല്ലോ, അതാണ് വീഡിയോയിലേക്ക് വിട്ടുപോയത്. അങ്ങനെ ചിക്കൻ കറിയും നെല്ലിക്ക കറിയും നെല്ലിക്ക അച്ചാറും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയാണോ ചിക്കൻ കറി വെക്കുന്നത്, നെല്ലിക്ക അച്ചാർ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ അടുത്ത കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ ബായ്. നമ്മുടെ അച്ചാറും ചിക്കൻ കറിയും സൂപ്പറായിട്ടുണ്ട് കേട്ടോ.